ഓം വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദ ദക്ഷം നമാമി. ശ്രീഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ ധന്യാത്മാക്കൾക്കും ആത്മാർത്ഥമായ മംഗള ആശംസകൾ. നമ്മളെല്ലാവരും ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആത്മാർത്ഥത. കുട്ടികളോടൊക്കെ പറയും ആത്മാർത്ഥത വേണമെന്ന്. ഇത് ശ്രദ്ധിക്കണം. മുസ്ലിങ്ങളും പറയും, ക്രിസ്ത്യാനികളും പറയും, പിന്നെ ഹിന്ദുക്കളായ നമ്മളും പറയും. ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ധർമാർത്ഥ കാമമോക്ഷമുള്ള പുരുഷാർത്ഥങ്ങൾ നേടലാണ്, ആത്മാവിനെ നേടലാണ് മനുഷ്യ ജീവിത ലക്ഷ്യം. ആത്മമാണ് അർത്ഥം, ആത്മാവാണ് അർത്ഥം, മറ്റൊന്നുമല്ല അർത്ഥം. ബാക്കി എല്ലാ അർത്ഥത്തിനും ശ്രദ്ധിക്കണം, നേടിയതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. വളർന്നതൊക്കെ തളരും. കൊണ്ടുവന്നതൊക്കെ നമുക്ക് കയ്യിൽ നിന്നും നഷ്ടപ്പെടും. എന്തിന്? ഈ കറുത്ത രോമം പോലും വെളുത്തു പോകും. ഈ പല്ലുകളൊക്കെ നഷ്ടപ്പെടും. ഈ കോശങ്ങളൊക്കെ ചുക്കിച്ചുളിയും. അപ്പോൾ തകരാത്ത ഒരു വ്യക്തിത്വം നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് നമുക്ക് കൊണ്ടു നടക്കേണ്ട വാക്കിംഗ് സ്റ്റിക്കായി ഭാഗവതത്തെയും ഭഗവത്ഗീതയെയും ഇപ്പോഴേ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം, നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്തിനാ തിരുമേനി ഇത് പ്രാവർത്തികമാക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഭർത്താവ് സ്നേഹിക്കുന്ന ഒരു ഭാര്യയായി മാറാൻ. എങ്കിൽ കുഴപ്പമില്ല. ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായി മാറാൻ, അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്ന ഒരു മക്കളാകാൻ, മക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനായി മാറാൻ, ആ വ്യക്തിയുടെ സമഗ്രമായ വ്യക്തിത്വ വികാസമാണ് ഈ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 4 പതിറ്റാണ്ടായി വേദാന്ത വിദ്യാർത്ഥിയായി ഞാൻ ഈ ശാസ്ത്രങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ആധുനിക മനുഷ്യൻ്റെ ചിത്രം നമുക്ക് നോക്കാം. സ്വാർത്ഥതയുടെ മുഖത്തിൻ്റെ പേരാണ് ഫേസ്ബുക്ക്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണോ? AI യുഗമാണല്ലോ. എന്താണ് ഫേസ്ബുക്ക്? ഫേസ്ബുക്കിലെ ഫ്രണ്ട്സുക്കളെ നേരിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുകയില പോലെ ഉണ്ടാവും. പുകയില പോലെ. എന്താണ് ബയോളജിക്കൽ എന്തോന്ന് പാടില്ല എന്ന് പറയില്ലേ നമ്മൾ? ഞാൻ ആരെ കളിയാക്കി എന്നല്ല ചെയ്യുന്നത്. ചില ആളെ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയി അവസാനം നേരിട്ട് കാണുമ്പോൾ എന്താ കാരണം? സ്വാർത്ഥതയുടെ പ്രതീകമാണ് ആധുനിക മനുഷ്യൻ. കണ്ണൂർക്കാർ വരും, ഞാനും എൻ്റെ കെട്ടിയോളും ഓളെ കുട്ടികളും. ഇതിൻ്റെ അപ്പുറത്തോട്ട് മറ്റൊന്നില്ല. അപ്പോൾ ലവ് ബേസ്ഡ്, റിലേഷൻ ബേസ്ഡ് സൊസൈറ്റിയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലി ആയപ്പോൾ സ്വാർത്ഥതയിൽ നിന്നും മുങ്ങിക്കുളിച്ചു. അപ്പോൾ ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് ജീവിതം എന്നുള്ള മിഥ്യാചാരന്മാരായി മാറിയിരിക്കുകയാണ് നമ്മൾ. ഇത് കണ്ടു പഠിക്കുകയാണ് നമ്മുടെ മക്കളെ. ആ സ്വാർത്ഥതയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം. അതിനാണ് സർക്കാർ ജീവനക്കാർ ഈ ബ്രേവറി വാങ്ങിക്കുന്നത്, കൈക്കൂലി മേടിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശമാണ്, ഈ സ്വാർത്ഥതയുടെ മറ്റൊരു ഭീകരമായ അപകടകരമായ രംഗമാണ് നമുക്ക് ബിവറേജ് കോർപ്പറേഷനിൽ കാണുന്നത്. മദ്യവും മയക്കുമരുന്നും ഇത് തന്നെ. അപ്പം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയരുത്, വെറുതെ എൻ്റെ പെരടിക്കിട്ട് കയറരുത്. ഇതിൻ്റെ മറ്റൊരു മുഖം തന്നെയാണ് ആധുനിക മനുഷ്യന് ക്ഷേത്രവും ക്ഷേത്രസങ്കല്പവും ക്ഷേത്രവിശ്വാസവും നാം മിസ്യൂസ് ചെയ്യുന്നത്. സനാതനമായ ഋഷിപ്രോക്തമായ വൈദിക സംസ്കൃതിയിൽ, വേദവിഹിതമായ സംസ്കൃതിയിൽ നിന്നും ഉയർന്നു വന്ന
അത്യത്ഭുതകരമായ, പ്രപഞ്ചത്തിലെ അത്യത്ഭുതകരമായ ശാസ്ത്രത്തിനും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് ഈ ക്ഷേത്ര സബ്ജക്റ്റ്. ക്ഷേത്രവും ക്ഷേത്രവിശ്വാസവും ക്ഷേത്ര ആരാധനയും ക്ഷേത്ര പൂജകളും ക്ഷേത്ര ഉപാസനയും മനുഷ്യ മനസ്സിനെ, ശ്രദ്ധിക്കണം, മനുഷ്യ മനസ്സിനെ, വീണ്ടും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്, മനുഷ്യൻ്റെ മനസ്സിനെ 24 കാരറ്റ് ഡയമണ്ടാക്കി ഉയർത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് രോഗമുള്ളൂ. കാരണം ഇവർക്ക് ഈ ഇടതുപക്ഷ ജ്വരം, ഇടതുപക്ഷ വ്രണം, വികഥജ്വര, പൂർണ്ണാവതാരപ്പെടുത്തിന് കൃഷ്ണൻ പറയൂ അതിന് വികഥജ്വര, മനസ്സിൻ്റെ വൈകൃതത്തിൽ നിന്നും. എന്തെന്നാണ് മതേ തറക്കാർ പറയും, എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന്, എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന്. കാരണം അവരത് ചോദിക്കാൻ ചില സാഹചര്യ തെളിവുകളുണ്ട്. ഈ കോടതിയിൽ അവസാനം ജഡ്ജി വിവരിക്കും പറയും, സാഹചര്യ തെളിവ് പ്രകാരം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതുവഴി നടന്നിട്ടുണ്ടായിരുന്നു, എല്ലാ തെളിവുകളും നിങ്ങൾക്ക് എഗേൻസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ തന്നെ കൊലപാതകം ചെയ്തു പറഞ്ഞ് എടുത്ത് അകത്തിടും. അതുപോലെ സാഹചര്യ തെളിവുകൾ എന്താണ്? ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്ത് ക്യാൻസറിൻ്റെ ഏറ്റവും വലുതാണ് ശ്രീ ചിത്തിര ക്യാൻസർ സെൻറ്റർ അല്ലേ? 24 മണിക്കൂറും ചെയിൻ സ്മോക്കറായിട്ട് സിഗരറ്റ് മുഴുവനാക്കി ക്യാൻസർ വന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ ഈ ക്യാൻസർ മാറാൻ വേണ്ടി തൊട്ടടുത്ത 4 കൂട്ടി വളച്ചിട്ടുള്ള ഏത് അമ്പലത്തിലായാലും അവിടെ പോയിട്ട് രോഗദുരിത നിവാരണ അർച്ചന. ഈ അർച്ചന കഴിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചില്ല ക്യാൻസർ പോകുമോ? ഇല്ല, ക്യാൻസർ ഇവനെയും കൊണ്ടേ പോകും. ഇനി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ആളുണ്ടെങ്കിൽ നെഞ്ചു തൊട്ട് പറഞ്ഞു കൊടുക്കണം, അമ്മാവാ സ്പോഞ്ച് പോലെയാണ് ശ്വാസകോശം, ഇതിനകത്ത് നിക്കോട്ടിൻ അമ്മാവൻ്റെ ഹൃദയത്തെ കയറി പിടിക്കും, അമ്മാവന് ക്യാൻസർ വരും. അമ്മാവന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് അമ്മായിക്കും വരും. കാരണം അമ്മാവൻ ഈ നിക്കോട്ടിനുള്ള ചുണ്ടുകൊണ്ടാണ് അമ്മായിയെ ചുംബിക്കുന്നത്, അതുവഴി അമ്മായിക്കും കൊടുക്കും. അമ്മായിയുടെ ഗർഭത്തിൽ ആ സമയത്ത് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കിട്ടും. അതുകൊണ്ട് അമ്മാവ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മളെ മക്കൾക്ക് ഇപ്പോഴേ പഠിപ്പിച്ചെടുക്കണം. ഇനിയോ ഈ മദ്യവും മയക്കുമരുന്നും ഇതൊക്കെ കഴിച്ചിട്ട് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തൊട്ടപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് തിരുമേനി കൊച്ചച്ഛൻ ആശുപത്രിയിലാണ്, കട്ടപ്പൊക്കെയാണ്, മരിക്കാറായിട്ടാവുള്ളത്, കിഡ്നി അടിച്ചു പോയി, മൃത്യുഞ്ജയാർജന നടത്തണം. എന്താ കാരണം? ആള് സ്മോക്കറാണോ? തിരുമേനിക്ക് ഇത്തിരി നോളജാണ്, തിരുമേനി സ്മോക്ക് ചെയ്യില്ല, ചെയിൻ സ്മോക്കറാണോ കൊച്ചച്ഛൻ, മുറുക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ എനിക്ക് ദക്ഷിണ കിട്ടുന്ന കാര്യമാണ്, ദേവസ്വത്തിലേക്ക് 30 രൂപ ചീട്ടും കിട്ടുന്ന കാര്യമാണ്, പെട്ടെന്ന് ചീട്ടെടുത്തോ, ഞാൻ അർച്ചന ചെയ്തിട്ട് വഴിപാട് കഴിച്ചിട്ട് പെട്ടെന്ന് തരാം, 10 രൂപ ദക്ഷിണ ഇങ്ങെടുത്തോളൂ. കാരണം ക്യാൻസർ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്, കൊച്ചച്ഛന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഏതായാലും ശരി, അമ്മേ നാരായണ, ഈശ്വര നിശ്ചയമാണ്. എന്ത് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഇതല്ലേ സത്യം. അപ്പോൾ ഭഗവാനേ മുട്ടുവേദന മാറ്റിയെടുക്കണമേ. അപ്പോൾ പൂജാരിക്ക് നല്ല പരിചയമുള്ള ആളാണ്, പുള്ളിക്കാരൻ ആലുവക്കാരനാണ്, രാജഗിരി ഹോസ്പിറ്റലാണ്, വളരെ നല്ലത്, ഇവിടെ റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട്. ഇതല്ലേ സത്യം. അമ്പലത്തിലൊക്കെ വന്നിട്ട് ചില തിരുമേനി മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി, ഇതുവരെയായിട്ടും കുട്ടികളില്ല, നമുക്ക് ഒരു സന്താനഗോപാല അർച്ചന ഇതൊക്കെ കഴിച്ചിട്ട് വേണം, പേടിക്കാനൊന്നുമില്ല, ഉടൻ തന്നെ തൊട്ടടുത്തുള്ള IVF സെൻറ്ററിൽ പൊക്കോളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പൂജിക്കുന്ന ഭഗവാന് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 9ാമത്തെ വർഷമാണ് കുട്ടി, അപ്പോൾ അടുത്ത വർഷം കുട്ടി ഉണ്ടാവും, പേടിക്കണ്ട, ഉടനെ അർച്ചന കഴിക്കണം, ദക്ഷിണീ തരണം, എന്നിട്ട് എന്ത് ചെയ്യണം? IVF സെൻറ്ററിൽ പോകണം. അപ്പോൾ ശ്രദ്ധിക്കണം, സർവപരാധിയുമായിട്ട് അമ്പലത്തിലോട്ട് കയറരുത്. കാരണം ഇവിടെയാണ് അശുദ്ധി, മനസ്സിൻ്റെ അശുദ്ധി. ഈ അശുദ്ധി പറഞ്ഞ ശരീരത്തിലുണ്ടാവില്ലല്ലോ, ഇല്ല, മനസ്സിലെ ഈ അശുദ്ധി കൊണ്ട് പോകരുത്. നിങ്ങളുടെ പരാതിയും പരിഭവവും ഭഗവാനോട് പറയരുത്. നിങ്ങൾക്കിത് പറയാനാണ് എന്ത്?
പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്ന് ഇത് പറ. ഞങ്ങളിവിടെ വൈക്കംകാർക്ക് വൈക്കത്ത് അമ്പലത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ് വൈക്കം പോലീസ് സ്റ്റേഷൻ. ഗുരുവായൂർ പോകുന്ന ആൾക്കാർക്ക് ഒന്നും പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ അവിടെ പോയിട്ട് എല്ലാ പരാതി അവിടെ കൊടുത്തിട്ട് കൃഷ്ണനോട് ക്യൂ നിന്ന് നാരായണ ജപിച്ചങ്ങോട്ട് പോകുമ്പം അവിടെ ഓടക്കോഴിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഭുവനമോഹന മന്ദഹാസം തൂക്കിക്കൊണ്ട് പ്രഹസൻ നിവഭാര കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും ചിരിച്ച കൃഷ്ണൻ ഇവിടെയും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ചിരിച്ചോണ്ട് ഹായ് കൃഷ്ണ പറയുക. കൃഷ്ണനോട് ജഗത് ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഈ ജഗത്തിൻ്റെ ഭർത്താവായി ജഗത് പ്രഭു സാക്ഷി, സർവത്തിൻ്റെയും സാക്ഷിയായി നിവസിക്കുന്ന കൃഷ്ണൻ ആരാണ്? ഞാൻ നിന്റെ സുഹൃത്തായി നിന്റെ കൂട്ടത്തിൽ വേണം, നമുക്ക് കമ്പനി അടിക്കടാ, ജീവിതം അടിച്ചു പൊളിക്കാം. ഇവിടെയാണ്. അല്ലാതെ അവിടെ ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്ന് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആരോട് പറയരുത്. പിന്നെ ഭഗവാൻ ഇപ്പം പുതിയ തലമുറയുടെ ഒരു ട്രെൻഡ് ഞാൻ കണ്ടത്, ഞാൻ മുൻ ശബരിമല മേശാന്തി ശംഭുവാദ്യാരുടെ മകനാണ്, ഞാനും ഒരു ശാന്തിക്കാരനായതുകൊണ്ട് പറയുന്നതാണ്. ഒരു സൂപ്പർ മാർക്കറ്റ്, റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ഭഗവാനോട് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇതൊക്കെ തരുന്ന ഒരാളാണ് ഭഗവാൻ എന്നുള്ളതാണ് പുതിയ തലമുറയുടെ. ഈ എക്സാമിനേഷനൊക്കെ വരുമ്പോഴത്തേക്കും തിരക്കോടുള്ള തിരക്കാണ്. നീറ്റ് എക്സാമിൻ്റെ ടൈമിലൊന്നും പറയേ വേണ്ട. ഞാൻ ചെറിയൊരു ബിഗ് ഷോപ്പറിലാണ് അമ്പലത്തിൽ പോലെ. എന്താണ് ഈ ദക്ഷിണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? എന്താ ഇത്? വിദ്യാസൂക്ത പുഷ്പാഞ്ജലി. ഇതങ്ങ് ജപിച്ച് ഇപ്പോൾ വേറൊരു ഇതുകൊണ്ട് ധനാകർഷണ ഹോം ലോൺ സാങ്ഷൻ അർച്ചന. ഇതിനിടെ ഞാൻ അമ്പലത്തെ കണ്ടത് എന്താണ്, തിരുമേനി ഹോം ലോൺ ഒന്നും സാങ്ഷൻ ആവുന്നില്ല. അപ്പം ഞങ്ങളെ വീട് നിങ്ങളെ വീട് നല്ല വീടാണല്ലോ, അതൊക്കെ അങ്ങ് പൊളിച്ച് വലിയൊരു വീടെടുക്കുക. അതെന്താ? ഹോം ലോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ആരോടും പറയരുത്, ഹോം ലോൺ എടുത്തിട്ട് അധികാനങ്ങോട്ട് ചത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോൺ അടക്കണ്ട. അയ്യോ തിരുമേനി എനിക്കിതറിയാം. ഇതെങ്ങനെ? ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പുതിയൊരു വലിയ വീട് വെക്കണം. വീട് വെച്ച് പുള്ളിക്കാരൻ 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ 3ാമത്തെ അറ്റാക്കിൽ പുള്ളിക്കാരൻ അടിച്ചു പോയാൽ ലോൺ അടക്കണ്ട. ശരണമയ്യ. അപ്പോൾ ആ ധനാകർഷണ മന്ത്രം ഒന്ന് തിരുമേനി എഴുതി തന്നാൽ മതി, വേറെ ഒന്നും പേടിക്കണ്ട, നമുക്ക് ദക്ഷിണ കിട്ടുന്നതല്ലേ, നമ്മളിത് ചെയ്തും കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സെൻ്ററായിട്ടാണ് ആധുനിക തലമുറ. ഇതിനിടെ ഒരു അമ്മൂമ്മ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി മകൻ്റെ പേരിൽ കഴിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ മരുമകൾ അവിടെ വന്നു. എനിക്ക് പരിചയമുള്ളതാണ്. എന്തുണ്ട് മീനാക്ഷി വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മ വന്ന് അർച്ചനയൊക്കെ കഴിക്കാറുണ്ട്. അതെ, ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി. അപ്പോൾ എന്താ ഇത്രയധികം ബഹളത്തിന് കാരണം? എന്താ തിരുമേനി? പുള്ളിക്കാരൻ മിക്ക ദിവസവും വീട്ടിലേക്ക് വരിക 4 കാലിലാണ് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്മാർ ഗേറ്റിൽ കൊണ്ട് തള്ളിയിട്ടാണ് പോവുക. പിന്നെ ഞാൻ വഴക്കിടാണ്ട് എങ്ങനെയാണ്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഐകമത്യ സൂക്തം പുഷ്പാഞ്ജലി ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഐകമത്യം ഉണ്ടാവുക? അപ്പോൾ സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ലൈംഗിക പ്രശ്നം, തൊഴിൽ പ്രശ്നം മുതലായ പ്രശ്നങ്ങളുടെ മുകളിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പേരാണ് സോഷ്യൽ മീഡിയ പ്രശ്നം. പിന്നെ വിദ്യാഭ്യാസ പ്രശ്നം. പിന്നെ വേറൊരു പ്രോബ്ലം ഉണ്ട്, ന്യൂജൻ പ്രോബ്ലംസുകൾ. ജോലിയില്ല, ജോലി കിട്ടിയിട്ടില്ല, ജോലി കിട്ടിയ ജോലി ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ജോലിയല്ല, അതിനെ വിടുകയാണ്. പിന്നെ മിക്ക വീട്ടിലും ഇപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൺപിള്ളേർ മുടി വളർത്തുന്നു, അതൊരു പ്രശ്നം. പെൺപിള്ളേർ മുടി വെട്ടുന്നു, അതൊരു പ്രശ്നം. പിന്നെ വേറെ ഇപ്പോൾ ഏറ്റവും വലിയ വേറെ ഇത് വന്നിട്ടുണ്ട്. എന്താണവർ? ലിവിങ് ടുഗദർ. ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വതമായ പരിഹാരം കാണാൻ ഒരു കൃഷ്ണനും പറ്റില്ല. ജീവിച്ചിരുന്ന കൃഷ്ണന് സാധിച്ചിട്ടില്ല. ഒരു രാമനും പറ്റില്ല, ഒരു ശിവനും പറ്റില്ല, ഒരു മഹാവിഷ്ണുവിനും പറ്റില്ല. എന്താ ഇത്ര ഗ്യാരണ്ടി? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം, സ്വയം ഉയരണം, സ്വയം വളരണം. അല്ലാതെ മറ്റൊരാൾക്ക് ആന പൊട്ടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വരാൻ സാധിക്കില്ല. അപ്പോൾ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള
അപ്പോൾ പിന്നെ ഈ ടെമ്പിളുകൾ അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ മേഖലകളിലെയും നമ്മുടെ മനസ്സിനെയും കൈപിടിച്ചുയർത്തുന്നതാണ് ക്ഷേത്രം. വേദങ്ങൾ പറയുന്നു, ശിവം ഭൂത്വ ശിവം യജേല്, ശിവനെ ഭജിച്ച് ശിവനെ ഉപാസന ചെയ്ത് വളരുന്ന മനസ്സിനെ തളരാതെ തകരാതെ ഉയർത്തുന്നതാണ് ശിവൻ. അപ്പോൾ ശിവം ഭൂത്വ ശിവം യജേല്, ശിവനെ ഭജിക്കുന്ന ആൾക്കാർക്ക് എന്തായി മാറാം? ശിവനായി മാറാം. ദേഹോ ദേവാലയം ജീവയേവ സദാശിവം. ഈ ദേഹത്തിൽ തന്നെയാണ് ദേഹിയായിട്ടുള്ള പരമേശ്വരൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിന്തിക്കണം, ദേവാൻ ഭാവയത ദേവ താ ദേവ ഭാവയന്ത പരസ്പരം ഭാവയന്ത ശ്രേയസ് പരമവാപ്സ്യസി. ഇവിടെയാണ് ഒരു ശ്രേയസ്. ഇപ്പോൾ മറ്റേതൊക്കെയോ പ്രേയസ് തകർന്ന് തരിപ്പണമാകുന്നതാണ് മറ്റുള്ള അന്ധവിശ്വാസവും അനാചാരവും. അപ്പോൾ ഈ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മളെ പുറത്ത് കടക്കണം. ശ്രദ്ധിക്കണം, ശിവമാത്മനി പശ്യന്തി പ്രതിമാസ്യനയോഗിനാം അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പയെ. അജ്ഞാനികൾക്ക്, മന്ദബുദ്ധികൾക്ക്, പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ആണ് ശിവലിംഗത്തിലുള്ള ശിവൻ. അല്ലാത്തവർക്ക് ഈ ശിവമാത്മനി പശ്യന്തി, അന്തരാത്മാവാണ് ശിവനെന്ന് തിരിച്ചറിയണം. ശിവം അപ്പോൾ മനോവികാസമാണ് മനുഷ്യ ജീവിത ലക്ഷ്യം. അപ്പോഴോ ഈ മനസ്സാണ്, ഈ ഹൃദയമാണ്, ബുദ്ധിയാണ്, എൻ്റെ അന്തരാത്മാവാണ് ശിവനെന്ന് അറിയണമെങ്കിൽ മനസ്സ് വികസിപ്പിക്കണം. മനസ്സിൻ്റെ വികാസമാണ് ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണ് പൂർണ്ണാവതാരം എടുത്തതിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, ഇന്ദ്രിയാണാം മനശ്ചസ്മി അസ്മി, ഞാനാണ് നിൻ്റെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളിൽ മനസ്സ്. കൃഷ്ണൻ റിട്ടേണായിട്ട് എഗ്രിമെൻ്റായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആ ഭഗവത് ചൈതന്യം, ആ മനസ്സിനെ വികസിപ്പിക്കലാകണം ക്ഷേത്ര ആത്മദർശനം. ക്ഷേത്രദർശനമല്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോദി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് എന്ത് പറയുന്നത്? നെഹ്റു. ഇതുപോലെ രാംദാസ് കരംചന്ദ് ഗാന്ധിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാന്ധി എന്ന് പറയുന്നത്. ഇതുപോലെ ക്ഷേത്ര ആത്മദർശനത്തെയാണ് ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിലുള്ള ദേവനെ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരണം. എന്തിനാണ്? അപ്പം ശ്രദ്ധിക്കണം, ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം ഏതിലാണ് ജീവിക്കുന്നത്? സ്ട്രെസ്സിലാണ്. സ്ട്രെസ്സിലാണ്. ഈ സ്ട്രെസ്സിനെ നീക്കം ചെയ്ത് അതെന്താക്കി മാറ്റണം? സ്ട്രെങ്താക്കി മാറ്റണം. ആ സ്ട്രെങ്ത് എന്താണ്? അതിനെയാണ് ബോധം, അതിനെയാണ് മനസ്സ്. ഈ ബോധം മനസ്സ് തന്നെയാണ് പ്രാണൻ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ വിഗ്രഹത്തിലുള്ള ആ ചൈതന്യം എൻ്റെ 38.8 ട്രില്യൺ കോശങ്ങളിലും നിൽക്കുന്ന ശക്തിയാണ്. നിങ്ങൾ പഠിച്ചു കാണും, ശിവശക്തിയുക്തോ. ശ്രീശങ്കര ഭഗവത്പാദർ സൗന്ദര്യലഹരി തുടങ്ങുമ്പോൾ തന്നെ ശിവൻ എവിടെയാണ്? ശക്തിയാണ്. ശ്രദ്ധിക്കൂ, ഈ ഗോൾഡ് അതിൻ്റെ ശക്തിയിലാണ് വെഡ്ഡിങ് റിംഗ് ആയിട്ട് നിൽക്കുന്നത്, പവിത്ര മോതിരമായി നിൽക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ ശിവൻ എവിടെയാണ്? ശക്തിയായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ശക്തി പോയി കഴിഞ്ഞാൽ ശരീരം ജഡമാവും. ഇപ്പോൾ ഈ AC പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ശക്തി കൊണ്ടാണ്, ഇലക്ട്രിസിറ്റിയാണ്. ഈ ലൈറ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ശക്തി കൊണ്ട്. നിങ്ങളെ മൊബൈൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടാണ്. അപ്പോൾ പ്രപഞ്ച ഈ 5 ശക്തി, അനന്തമായ ഈ ശക്തിബോധ ഊർജമാണ് നിങ്ങൾ കേൾക്കുന്നത്, ഞാൻ പറയുന്നത്. ഈ അനന്തതയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ ഈ ക്ഷേത്ര സംസ്കൃതി ഈ രീതിയിൽ നമ്മളെ മക്കളോടും നമ്മളെ കൊച്ചുമക്കളോടും വരും തലമുറയോടും നമ്മൾ പറയുകയാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ ഗൂഗിൾ കുമാറിനോട് ചോദിക്കും,
ഗൂഗിൾ കുമാറിനോട് ചോദിക്കും, രക്ഷ കിട്ടൂല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. ആ സൗണ്ട് എനർജി അവിടെ ജലതരംഗങ്ങളിലൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഊർജമാണ്. അപ്പോൾ ആ പാലഭിഷേകവും തേനഭിഷേകവും ചെയ്ത് ആ തേനിൻ്റെയും പാലിൻ്റെയും അംശമാണിത്. അപ്പോൾ പാലിൻ്റെ മുഴുവൻ ഊർജവും നമുക്ക് കിട്ടി, തേനിൻ്റെ മുഴുവൻ മധുരവും അതിൻ്റെ എനർജിയും നമുക്ക് കിട്ടി. അപ്പോൾ തീർത്ഥം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ തരണം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ ദുഃഖം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷം വരുമ്പോൾ മനസ്സിന് സുപ്രഭാതത്തിൻ്റെ വിശുദ്ധി ഉണ്ടാകും. ഇതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം. അപ്പോഴോ അവിടെ മന്ത്രങ്ങൾ കേൾക്കാം. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുദോവൃത്വ അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏവേതും സർവം യദ്ഭൂതം യച്ച ഭവ്യം. ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും നിലനിൽക്കുന്നതും ഒക്കെ ഈ ചൈതന്യമാണ്, പുരുഷ സൂക്തമാണ്, കൃഷ്ണ യജുർവേദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ മന്ത്രം കേൾക്കുമ്പോൾ മനസ്സിന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ കേട്ട മന്ത്രം എൻ്റെ മനസ്സിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റായിട്ട് എൻ്റെ മനസ്സിനെ സമചിത്തതയിലേക്ക് എനിക്കുയരാൻ ക്ഷേത്ര സംസ്കൃതി നാം പ്രയോജനപ്പെടുത്തണം. ഇത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രസാദം നമ്മൾ മേടിക്കുമ്പോൾ അതെന്തുണ്ടാവും? ഈ മത്സരബുദ്ധിയിൽ നിന്നും പ്രസാദ ബുദ്ധിയിലേക്ക്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോ ഉപചായതേ. അപ്പോൾ എന്താണിത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മളെ വിട്ടുപോകും. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വിട്ടുപോകും. അപ്പോൾ മാത്സര്യബുദ്ധി ക്ഷേത്രത്തിലെ ഗോപുരത്തിൽ വെക്കണം. എന്ത് വെക്കണം? മത്സരബുദ്ധിയാണല്ലോ ആധുനിക മനുഷ്യൻ്റെ ജീവിതം. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരബുദ്ധി. നമ്മളെ കൊളീഗ്സിനോട് മുഴുവൻ മത്സരബുദ്ധി. നമ്മുടെ മക്കൾ എഴുതുന്ന പരീക്ഷയുടെ പേരുണ്ട് മത്സര പരീക്ഷ. ഈ മത്സരബുദ്ധിയിൽ നിന്നും ഒരു പ്രസാദ ബുദ്ധിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. എന്താണ് ഈ പ്രസാദശുദ്ധി? നമുക്ക് അമ്പലത്തിൽ നിന്ന് ഒരു വഴിപാട് കഴിച്ചു, അവിടുന്ന് തൃക്കൈ വെണ്ണ കഴിച്ച് ആ തൃക്കൈ വെണ്ണ നമുക്ക് ഭഗവാന്റെ കയ്യിലുള്ള വെണ്ണ നമുക്കിങ്ങ് തരും. ചിലപ്പോൾ ആ വെണ്ണ കുറച്ച് കേടുവന്നതായിരിക്കും. നമ്മൾ അയ്യോ കേടുവന്ന തുപ്പൂല, നമ്മളതങ്ങ് കഴിക്കും അവിടുന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ്, വൈക്കത്തമ്പലത്തിൽ ഞങ്ങൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴേക്കും അവിടെ ഉച്ചപൂജാ സമയത്ത് അവിടെ ചിലപ്പം അകത്ത് കഴുകുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി സോഡാക്കാരൊക്കെ ഇട്ട് കഴുകുന്ന വെള്ളം ഉണ്ടാവും. അതൊക്കെ ആൾക്കാർ എടുത്തിട്ട് കുടിച്ചിട്ട് പോകുന്ന ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇവരത് അവിടെ തുപ്പുമോ? തുപ്പില്ല. എന്നാൽ ദേശം പായസം തന്നു, അതിൽ ചിലപ്പോൾ കല്ലുണ്ടാവും, ചിലപ്പോൾ നെല്ലുണ്ടാവും, അതൊക്കെ അങ്ങോട്ട് കഴിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബുദ്ധിനെ അവിടെ ഇംബാലൻസിൽ നിന്നും ബാലൻസ് ചെയ്യുകയാണ്, സമബുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്, പ്രസാദ ബുദ്ധിയാക്കി മാറ്റുകയാണ്, ഈശ്വരീയമായ ബുദ്ധി ഉണക്കുകയാണ്, ഈശ്വരീയമായ ബോധമാക്കുകയാണ്, ഈശ്വരീയമായ ചിന്തകളാക്കി മാറ്റുകയാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത എടുക്കുക, 2-ാം അധ്യായം എടുക്കുക, സാഖ്യയോഗം എടുക്കുക, 65-ാമത്തെ ശ്ലോകം നോക്കുക. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസാഹ്യോ സൗഹ്യാശു പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസന്ന ചേതസ, ശാന്തമായ മനസ്സിനുടമയാകാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. കുത്തിയൊഴുകുന്ന വിഗതജ്വരമായ പൊട്ടിയൊഴുകുന്ന വ്രണം പോലെയുള്ള ലാവാപ്രവാഹം പോലെയുള്ള മനസ്സ്, അടുക്കളയിൽ സാമ്പാർ തിളച്ചു പൊങ്ങുന്നത് പോലെയുള്ള മനസ്സ്, കടലിൽ തിരമാലയടിക്കുന്നത് പോലെയുള്ള മനസ്സിനെ പ്രസന്ന ചേതസാഹ്യാശു ഞാനിവിടെ നിങ്ങൾക്കാക്കിത്തരാം, കൃഷ്ണൻ്റെ ഗ്യാരണ്ടിയാണ്. മനസ്സിനെ പരമശാന്തിയായി ശാന്തമായ മനസ്സിനുടമയാകാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് ഞാൻ ദിവസേന ആചരിച്ച്
അമ്പലത്തിൽ പോയിട്ട് പ്രസന്ന ചിരിച്ചുകൊണ്ട് കുടുംബത്തിൽ വന്ന് ഭാര്യയോട് സന്തോഷമായി പെരുമാറി, സന്തോഷമായി മക്കളോട് പെരുമാറി, സന്തോഷമായി അച്ഛനോടും അമ്മയോടും പെരുമാറിയാൽ മക്കളും അതുവരെയുള്ള അച്ഛനെയല്ല, ഈ അച്ഛനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. ഇതിനാണ് ക്ഷേത്ര ദർശനം. സമചിത്തത നേടാനാണ്, മൈൻഡ് ട്രാൻസ്ഫോമിങ് സെൻറ്റേഴ്സ്. ഇതാണ് ക്ഷേത്രമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അപ്പോഴവരും ഈ സംസ്കാരത്തിനെ ഫോളോ ചെയ്യും. അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റാക്കി അധപ്പതിപ്പിക്കരുത്, IVF സെൻ്റർ ആക്കരുത് ക്ഷേത്രത്തിനെ. അപ്പം എന്താണ് ഭഗവാൻ അവിടുന്ന് പറയുന്നത് അറിയോ? വ്യവസായാത്മിക ബുദ്ധി ഏകഹ കുരുനന്ദന. ഉറച്ച ബുദ്ധി, അത് ഏകത്വത്തിലോട്ട് കൊണ്ടുപോകണം. ഏകത്വത്തിലോട്ട് കൊണ്ടുപോയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ടാർഗറ്റ് നിനക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളെ മക്കളോട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 360 ദിവസവും അവർ ബ്രാഹ്മേ മുഹൂർത്ത മുത്തായ കൃതിശൈവ വിധിശ്രവ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് അവരുടെ നിത്യകർമ്മങ്ങൾ ചെയ്ത് 6 മണിയാകുമ്പോൾ ഇവർ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ടാവും. മക്കളോട് പറയണം, മക്കളെ ആ അരയായിനൊരു 6 പ്രദക്ഷിണം വെച്ചോളൂ. എന്തിനാണ് തിരുമേനി? അവിടെയാണ് ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ളത്. യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരും. ഓ വെരി ഗുഡ്. അമ്പലത്തിലൊരു 11 പ്രദക്ഷിണം 4 അമ്പലത്തിൻ്റെ വെളിയിലോട്ട് വെച്ചു. എന്തിനാ തിരുമേനി? ഫുഡ് മസാജിങ് ആണ്. ഓ വെരി ഗുഡ്. അവിടെ ഗണപതി ഇല്ലേ? ഉണ്ട് മോനെ. ആ തിരുമേനി അവിടെ ഗണപതി? ആ ഉണ്ട് മോനെ. ആ ഗണപതിക്ക് പ്രദക്ഷിണം വെക്കണോ? തീർച്ചയായിട്ടും പ്രദക്ഷിണം വെക്കണം. എന്തിനാണ്? അവിടെ പ്രദക്ഷിണം വെച്ചാൽ ഏത്തമിടണം. അതിന് പേരാണ് സെൽഫ് ഹഗ്ഗിങ്. എന്താണ് സെൽഫ് ഹഗ്ഗിങ്? അവിടെ ചെയ്യുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, ഏത്തമിടലാണ്. എന്താണ്? വാമപ്പ്. എന്താണ്? വാമപ്പ്. അയ്യോ തിരുമേനി ഇതെന്താണ്? ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആക്കാണ് സെൽഫ് ഹഗ്ഗിങ്. സെൽഫ് ഹഗ്ഗിങ് വെച്ചാൽ അവനെ ആക്സെപ്റ്റ് ചെയ്യുക, അവനവനെ ഉയർത്തുക. ഉദ്ധരേത് ആത്മനാത്മന. സ്വയം ഉയരണം, സ്വയം ഉയരണം. ഞാൻ ഉയരും, ഞാൻ ഉയരും, ഞാൻ വളരും, തളരില്ല. ഇതാണ് എന്ത്? ഏത്തമിടൽ. അപ്പോൾ വാമിങ് വരുമ്പോഴോ ഈ കാലിൻ്റെ ഇതിൻ്റെ ഇവിടേക്കാണ് സെക്കൻഡ് ഹേർട്ടാണിത്. അപ്പോൾ ഹൃദയം തലച്ചോറിലേക്ക് ബ്ലഡ് പമ്പിങ് ചെയ്യുന്നതിന് ഇപ്പോൾ നേരിട്ട് ഹാർട്ട്, ഈ കാലിലെ മസിൽസുകൾ നേരിട്ട് പമ്പ് ചെയ്യും. അപ്പോൾ ഹാർട്ടിന് റിലാക്സ് കിട്ടി, ഹാർട്ട് അറ്റാക്ക് ഒഴിഞ്ഞു കിട്ടും. കൊള്ളാലോ തിരുമേനി, വീഡിയോ കോൺ ചെയ്ത് നോക്കൂ. അപ്പോൾ തലയിലോട്ട് നിറയെ പമ്പിങ് ബ്ലഡ്. അപ്പോൾ നല്ല ഓർമ്മശക്തി. അപ്പോൾ ബുദ്ധി പര്യവതിഷ്ഠതേ. ഞാൻ പറഞ്ഞല്ല, പ്രസന്ന ചേതസാഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഉറച്ച ബുദ്ധി. ബ്ലഡ് നല്ലോണം തലയോട്ടിലേക്ക് കയറും, ഓക്സിജൻ നല്ലോണം കയറും. അപ്പോൾ എന്ത് വരും? സമബുദ്ധി വരും, തിതീക്ഷ വരും. ശീതോഷ്ണ സമദുഃഖാനി. ശീതവും ഉഷ്ണവും ലാഭവും നഷ്ടവും പിന്നെ മാനവും അപമാനവും എല്ലാം ഈക്വലായി നമ്മളെ മക്കളെ ഈ രീതിയിലുള്ള മനക്കരുത്തും മനഃശക്തിയുമുള്ള മക്കളാക്കി വളർത്തിയെടുക്കാനാണ് വ്യവസായാത്മിക ബുദ്ധി. ഈ ബുദ്ധിയെ വികസിപ്പിച്ച് മത്സര പരീക്ഷകൾ ഫസ്റ്റ് റാങ്ക് കിട്ടി അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും അവനവൻ്റെ സമൂഹത്തിനും മാനവരാശിക്കും അസറ്റായി നമ്മളെ മക്കളെ വളർത്തിയെടുക്കാൻ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഭഗവത്ഗീതയും പഠിപ്പിക്കണം. ഒപ്പം ഈ ക്ഷേത്ര സംസ്കൃതിയുടെ മഹനീയതയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അടുത്ത പ്രാവശ്യം ഗുരുവായൂർ പോകുമ്പോൾ ഈ രീതിയിൽ പറഞ്ഞ് നാമജപത്തിൻ്റെ ശക്തി ഇവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് തൊഴുത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം പാൽപ്പായസം മേടിക്കണം. എന്താ പാൽപ്പായസം? 1 ഗ്ലാസ് പാൽപ്പായസം കുടിച്ചാൽ മതി. ഒരു ദിവസത്തേക്ക് വേണ്ട കംപ്ലീറ്റ് എനർജി, കംപ്ലീറ്റ് വൈറ്റമിൻസ് എന്തൊക്കെയാണ് അത് മുഴുവൻ കിട്ടുന്നതാണ് ഡോക്ടറായ എൻ്റെ മകൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ കൂടുതൽ വിദ്യാഭ്യാസവും കൂടുതൽ വിവരവും കൂടുതൽ അറിവും കൂടുതൽ ഒന്നും അറിയാത്ത എനിക്ക് അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു 1 ഗ്ലാസ്. അപ്പോൾ പിന്നെ അവിടെ പോയി ചീട്ട് എടുത്തിട്ട് ഒരു പാൽപ്പായസം മേടിച്ച് കുടിക്കുക, 2 ഉണ്ണിയപ്പം മേടിച്ച് കഴിക്കുക, പിന്നെ കദളിപ്പഴം. കൃഷ്ണ അത് പിന്നെ അവിടെ നിന്ന് കിട്ടും എന്ത്? പഞ്ചസാര, ഷുഗർ, ഗ്ലൂക്കോസ്. അതും ശരണമയ്യപ്പ. കൊള്ളാലോ ഋഷിയുടെ വിഷയനും മിഷനും ഈ ക്ഷേത്ര സംസ്കൃതി. എന്നിട്ട് വരുന്ന വഴിയിൽ ബോർഡ് കാണും ദേവസ്വം ബുക്ക് സ്റ്റാൾ എന്ന്. അവിടെ വണ്ടി നിർത്തണം, നേരെ അകത്ത് പോകണം, കമൻറ്റ് ചെയ്യണം. ഒരു ഭാഗവതം വേണം, ഒരു ഭഗവത്ഗീത വേണം. ഭാഗവതം മേടിക്കണം, ഭഗവത്ഗീതയും വേണം. ഇത് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാലോ അത് വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കണം. തുറന്നു നോക്കുമ്പോഴേക്കോ
1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം. അപ്പോൾ അർജുന വിഷോദ യോഗത്തിൽ നിന്നും തുടങ്ങും. അങ്ങനെ 10-ാം അധ്യായം എത്തുമ്പോഴേക്കും വിഭൂതി യോഗം കാണും. അപ്പോൾ 10-ാം അധ്യായം നല്ലൊരു കോമ്പിനേഷനാണ്. 10-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം എടുത്തു നോക്കണം. കുഴപ്പമില്ലല്ലോ, നമ്മൾ മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യായരുടെ മകൻ പറഞ്ഞത് വളരെ കറക്റ്റാ. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയും, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം തഥാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം സതതയുക്താനാം ഭജതാം എന്നെ ഭജിക്കുന്നവർക്ക് സന്തോഷപ്രദമായിട്ട് ഞാൻ കൊടുക്കുന്ന പാൽപ്പായസ പ്രസാദമാണ് എന്ത്? ദദാമി ബുദ്ധിയോഗം. സന്തോഷകരമായി എന്നെ ഭജിക്കുന്നവർക്ക്, തൊഴുതു പോകുന്നവർക്കല്ല കേട്ടോ, എന്നെ ഭജതാം പ്രീതിപൂർവം ഭജിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നതാണ് എന്ത്? പഞ്ചസാര പായസം, പഞ്ചസാര പ്രസാദം, ഉണ്ണിയപ്പം, ത്രിമധുരം. ഇതൊക്കെ എന്താണ്? ദദാമി ബുദ്ധിയോഗം. അപ്പോൾ സന്തോഷത്തോടെ ഭക്തിയോടെ ഭജിക്കുന്നവന് ഭക്തിയും മുക്തിയും ഞാൻ നൽകി, ഞാൻ അവൻ്റെ ജീവിതത്തെ ഉയർത്തോ. തം യേന മാം ഉപയാന്തിതേ, ഞാൻ അവൻ്റെ ജീവിതത്തെ ഉയർത്തും. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ കാര്യം. അപ്പോൾ ഭഗവാൻ ഉയർത്തുമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഉയരുവേ വേണ്ടൂ, ഒന്ന് പരിശ്രമിക്കണം. വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം, കാളം വെക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം, അവിയൽ വെക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം, എന്തിന് ഒരു സൈക്കിൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം. അപ്പോൾ ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ശ്രീമദ് ഭാഗവതം പഠിക്കണം. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടൻ തന്നെ എല്ലാ അമ്മമാരും, പ്രത്യേകിച്ച് അമ്മമാരും, അമ്മമാർ ഇത് ഉൾക്കൊണ്ട് പഠിച്ച് അങ്ങോട്ട് ചൊല്ലിയാൽ മതി. ആ സ്ത്രീയുടെ അച്ഛനും ഇത് കേട്ട് പഠിച്ചോളും, ആ സ്ത്രീയുടെ അമ്മായിയമ്മയും ഇത് കേട്ട് പഠിച്ചോളും, ആ സ്ത്രീയുടെ ഭർത്താവും ഇത് കേട്ട് പഠിച്ചോളും, ആ സ്ത്രീയുടെ മക്കളും ഇത് കേട്ട് പഠിച്ചോളും. കാരണം ഞാനിത് പഠിച്ചത് എൻ്റെ അച്ഛൻ ചൊല്ലുന്ന കേട്ടിട്ടാണ്. ഗുട്ടൻസ് പിടി കിട്ടിയില്ലേ? നമ്മളങ്ങ് നന്നായാൽ മതി, നമ്മൾ സ്വയം നന്നായാൽ മതി. അല്ലാണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ നന്നാക്കാൻ പറ്റില്ല. എന്താ കാരണം? വേറൊരു അച്ഛനും അമ്മയ്ക്കും വേറൊരു സംസ്കാരത്തിൽ വേറൊരു വിദ്യാഭ്യാസത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയെ നന്നാക്കാൻ പറ്റത്തില്ല. എൻ്റെ ബീജത്തിൽ ജനിച്ച മക്കളാന്ന് വേണം അവരെ എനിക്ക് നന്നാക്കാൻ പറ്റില്ല. കാരണം അവർ സ്വതന്ത്രമായി വളരുകയാണ്. പിന്നെ ആകെ ഈ 45 വയസ്സിൽ 4 പതിറ്റാണ്ടിലെ വേദോപാസനയിൽ എനിക്ക് മനസ്സിലായ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധരെ ആത്മനാഥം സ്വയം നന്നാവാനേ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ, അപ്പോൾ നേരത്തെ നമ്മൾ ഭാഗവതം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആ ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകം പഠിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചിരിച്ചുകൊണ്ട് കട്ടിൽ ഒച്ചത്തിലങ്ങോട്ട് ചൊല്ലുക. പറയണം ഭർത്താവിനോട്, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഭാഗവതോത്തമനായ മുൻ ശബരിമല മേശാന്തി ശംഭുവാധ്യായരുടെ മകൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടാണ് ചൊല്ലുന്നത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്കൊരു നല്ല ജീവിതം, അട്ടിമുട്ടി ഒരു പരിവർത്തനം സന്തോഷകരമായി ആനന്ദകരമായി സച്ചിദാനന്ദൽ നീന്തി തുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഭർത്താവിനൊരു 6th സെൻസിങ് ആയിട്ട്, നീയാണെടി എൻ്റെ ഒറിജിനൽ ഭാര്യ, ഇതുവരെ ഉണ്ടായിരുന്നു നീ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. എന്താണ് ആ ഭാഗവതം പെട്ടെന്ന് എടുക്കണം, അതിനകത്ത് ദശം എടുക്കണം. ദശം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 2ാമത്തെ പുസ്തകമായിരിക്കും ദശമത്തിൽ, കാരണം 12 സ്കന്ധങ്ങളിലാണ് ഇത്. ദശമസ്കന്ധത്തിൽ 82ാമത്തെ അധ്യായത്തിൽ 48ാമത്തെ ശ്ലോകം പഠിക്കണം. ആഹുശ്ചദേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈർ ഹൃദി വിചിന്യ മഖാധബോധൈ സംസാരകൂപ പതിതോ തരണാവലംബം ഗേഹം ജുഷാമപി മനസ്യുദീയദാ സദാ ആഹുശ്ചദേ നളിനനാഭപദാരവിന്ദം. ഗുരുവായൂരപ്പാ അങ്ങയുടെ നളിനനാഭ, അങ്ങയുടെ പൊക്കിൾക്കൊടിയിൽ നിന്നുമുണ്ടായ താമരയിൽ നിന്നുമാണ്
ബ്രഹ്മാവ് കുടികൊള്ളുന്നത് ആ ബ്രഹ്മാവ് രചിച്ച കാവ്യമാണ്, കാവ്യനീതിയാണ്, കാവ്യ സൗന്ദര്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും നാക്കുകൊണ്ട് രുചിക്കുകയും ശരീരം കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുന്ന ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന് ഉടമ കൺട്രോൾ ചെയ്യുന്ന ഗുരുവായൂരപ്പ. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം. ഗുരുവായൂരപ്പ, ശ്രീമദ് ഭാഗവത രൂപത്തിലുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദം ഞാനിതാ നോക്കുന്നു. യോഗേശ്വര, സർവയോഗങ്ങളുടെയും ഈശ്വരനായ, സർവത്തിൻ്റെയും അധിപനായ ഹേ കൃഷ്ണ, ഹൃദി വിചിന്യമഖോദബോധൈ. ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നു, മനസ്സിൽ ചിന്തിക്കുന്നു, ബോധത്തിൽ കാണുന്നു. ഇതൊക്കെ ബോധസ്വരൂപമായ കൃഷ്ണൻ ബോധസ്വരൂപമാണ്. നാരായണീയത്തിൽ നമ്മൾ പഠിച്ചില്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം. ഏത്? ഗുരുവായൂരപ്പനെ പശ്യന്തി പശ്യന്തി പശ്യന്തി. കൃഷ്ണനെ കണ്ടുകൊണ്ട്, ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഭട്ടതിരിപ്പാട് എഴുതിയാണ് സാന്ദ്രാനന്ദ അവബോധ. ഇതാണ് ഹൃദി വിചിന്യ മഖാദബോധൈ സംസാരകൂപപതിതോത്തരണാവലി. ഞാനിതാ എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ സഹോദരിമാരോടും എൻ്റെ ഫാദറിലോയോടും മദറിലോയോടും കൂടിയിട്ടുള്ള ഈ സംസാര കൂപത്തിൽ ഇതാ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഞാൻ പതിക്കാതെ എന്നെ ഉദ്ധരിക്കണമേ ഗുരുവായൂരപ്പ. സത്യത്തിൽ ഇതല്ലേ നമ്മൾ ചൊല്ലേണ്ടത്? ഈ കുടുംബം എന്ന പൊട്ടക്കിണറിൽ മുങ്ങിച്ചാവുമ്പോൾ എന്നെ രക്ഷിക്കാൻ ഒരു ഫയർഫോഴ്സുകാരനും സാധിക്കില്ല. കാരണം സംസാരകൂപ പതിതോത്തരണാവലംബത്തിന് ഗേഹം ജുഷാ. ഗേഹം എന്ന് പറഞ്ഞാൽ കുടുംബം. ഈ കുടുംബത്തിൽ മനസ്സുദീയത. എൻ്റെ മനസ്സിലുദിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ മനസ്സിലുദിക്കണമേ. എപ്പോഴേ? സദാ സദാ സദാ. എപ്പോഴും ഗുരുവായൂരപ്പൻ ഉദിച്ച് നിന്ന് ആ വ്യക്തി കട്ടിലിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ഓരോ കാൽവെപ്പുകളും കൊണ്ട് നടക്കുന്നത് എന്തായിരിക്കും? ഒരു ഈശ്വരീയ ചിന്ത, ഒരു കൃഷ്ണ ചിന്തകളായിരിക്കും, ഒരു കൃഷ്ണബോധം. ഒരു കൃഷ്ണചിന്തയും കൃഷ്ണബോധവുമായ കൃഷ്ണനാകുന്ന വാക്കുകളായിരിക്കും. അപ്പോൾ കൃഷ്ണനാരാ? പരമപ്രേമസ്വരൂപനായിരിക്കും. അപ്പോൾ പരമപ്രേമത്തിൽ ജീവിക്കാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്ന മെത്തേഡാണ്, ഗൃഹസ്ഥാശ്രമികൾക്ക് പറഞ്ഞു തരികയാണ് കൃഷ്ണൻ. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യ മഖോദബോധം സംസാരകൂപ പതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുദീയദാ സദാ. എപ്പോഴും ഗുരുവായൂരപ്പ എൻ്റെ അന്തരാത്മാവായി നീ ജ്വലിച്ച് ഉണർന്ന് പ്രവർത്തിച്ച് എന്നെ അന്ത്യനിമിഷം വരെ സന്തോഷ സംതൃപ്ത ജീവിതത്തിൽ എന്നെ കൊണ്ടുപോകണമേ. ഇതാണ് ഉണർന്ന് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ദിവസേന ഒച്ചത്തിൽ ഇങ്ങനെ പ്രാന്തത്തീനെ പോലെ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ഭർത്താവ് പഠിച്ചോളും, അമ്മായി അച്ഛനും പഠിച്ചോളും, അമ്മായി അമ്മയും പഠിച്ചോളും. എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് നമുക്ക് ഉയരാം, ഒന്നിച്ചുയരാം. അതിന് ഗുരുവായൂരപ്പൻ നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.